നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കോട്ടയത്ത് ഇന്ന് റബ്ബർ വില കുതിച്ചു കയറി. ലാറ്റക്സ് വിലയിൽ വൻ വർധനവാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാജ്യാന്തര റബ്ബർ വിപണിയിലെ മാന്ദ്യം തുടരുന്നു. അമേരിക്ക പലിശ നിരക്കുകളിൽ ഭേദഗതികൾക്ക് മുതിരുമോ എന്ന ആശങ്കകൾക്കിടയിൽ ജപ്പാനീസ് നാണയമായ യെന്നിൻ്റെ മൂല്യം 40 വർഷങ്ങളിലെ ഏറ്റവും ദുർബലാവസ്ഥയിലാണ്. യെന്നിൻ്റെ മൂല്യത്തകർച്ച പക്ഷേ വിദേശ നിക്ഷേപകരെ ജപ്പാൻ റബ്ബർ അവധിയിലേക്ക് ആകർഷിച്ചില്ല. കിലോ 411 യെന്നിലേക്ക് താഴ്ന്ന് ഇടപാടുകൾ നടന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും തായ്ലൻഡ് വിപണി പ്രവർത്തിച്ചില്ല. ഇതിനിടയിൽ അവിടെ കാലാവസ്ഥ അനുകൂലമായതോടെ ടാപ്പിംഗ് രംഗത്ത് ഉണർവ് കണ്ടു. കേരളത്തിൽ പകൽ താപനില ഉയർന്നതിനാൽ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ചുരുങ്ങി. 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 283 രൂപയിൽ വ്യാപാരം നടന്നു. തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 1,00,000 കിലോയിൽ അധികം ചരക്ക് വിൽപ്പനയ്ക്കെത്തി. കാലാവസ്ഥാ വ്യതിയാനം മൂലം വരും മാസങ്ങളിൽ ഉൽപ്പാദനം കുറയുമെന്ന സൂചനകൾ കാർഷിക മേഖലകളിൽ നിന്നും പുറത്തു വരുന്നതിനാൽ പരമാവധി ചരക്ക് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഉത്തരേന്ത്യൻ കറി മസാല നിർമ്മാതാക്കളും ഔഷധ വ്യവസായികളും. ഉത്സവകാല ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വ്യാപാരികളും ഏലക്കയിൽ താൽപ്പര്യം കാണിച്ചു. ചരക്ക് സംഭരണത്തിന് കയറ്റുമതി സമൂഹവും രംഗത്തുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 3,232 രൂപയിലും മികച്ച ഇനങ്ങൾ 4,260 രൂപയിലുമാണ്. മൊത്തം 54,833 കിലോഗ്രാം ഏലക്കയുടെ കൈമാറ്റം നടന്നു. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഇടിഞ്ഞു. കഴിഞ്ഞ വാരം വിപണിയിൽ കൃത്രിമ വിലക്കയറ്റം അരങ്ങേറിയോ എന്ന സംശയങ്ങൾ ബലപ്പെടുന്നു. കാങ്കയത്ത് രണ്ടാം ദിവസവും വെളിച്ചെണ്ണ വില കിൻഡലിന് 325 രൂപ ഇടിഞ്ഞതോടെ വിപണി സാങ്കേതിക തിരുത്തലിൻ്റെ പാതയിലാണ്. ഓണ ഡിമാൻഡ് മുന്നിൽ കണ്ട് അയൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം വ്യവസായികൾ എണ്ണവില കൃത്രിമമായി ഉയർത്തിയിരുന്നു. കേരളത്തിൽ നാളികേര ഉൽപ്പന്ന വില സ്റ്റഡിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.